എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വളരെ വ്യത്യസ്തവും പുതിയതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പുതിയതല്ല, എന്നാലും ഒരു ടോപ്പിക്കാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ. സ്ട്രക്ചർ ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം എന്താണ് ടാക്സ്. ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതി ആണ്, അല്ലേ? അതായത് ഗവൺമെൻറ്റിൻ്റെ പൊതു വരുമാനം, അതായത് പബ്ലിക് റവന്യൂവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് നികുതി അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒരു പൊതുവരുമാനം അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ എന്നറിയാം, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഏത്? ടാക്സ്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് നമ്മുടെ രാജ്യത്ത് വളരെയധികം പ്രസക്തിയുണ്ട്. അതായത് എത്ര ജനസംഖ്യ ഉണ്ടോ, എത്ര ആളുകളുണ്ടോ, അവർക്ക് എല്ലാവർക്കും ബെറ്റർ ഓഫ് അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക, ഒരാളെ പോലും എന്ത് ചെയ്യാതിരിക്കുക, അതായത് ഒരാൾക്ക് പോലും നഷ്ടം സംഭവിക്കാനോ ഒരാൾക്ക് പോലും ദോഷം വരാതിരിക്കുക എന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പൊതു ചെലവുകളും പൊതു വരുമാനങ്ങളും നിർവഹിക്കാറുണ്ട്. അത്തരത്തിൽ പൊതു വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സ് ആണ് ഈ പറയുന്ന നികുതികൾ. നികുതി എന്ന് പറഞ്ഞാൽ തന്നെ നോ ക്യൂട്ട് പ്രോക്കോ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു തത്വവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നോ ക്യൂട്ട് പ്രോക്കോ, നോ ക്യൂട്ട് പ്രോക്കോ. ഈ നോ ക്യൂട്ട് പ്രോക്കോ എന്ന് പറഞ്ഞ ഈ പറയുന്ന വേർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സെൻറ്റൻസിൽ തന്നെ എന്താണ് നികുതി എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ യാതൊരുവിധ നേട്ടങ്ങളോ ഒന്നും തന്നെ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ സർക്കാരിലേക്ക് കൊടുക്കേണ്ട നിർബന്ധിത തുകയെ ആണ് അല്ലെങ്കിൽ ഒരു പണവരുമാനത്തെയാണ് നികുതി എന്ന് പറയുന്നത്. ഓക്കെ, നോ ക്യൂട്ട് പ്രോക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് നോ റിട്ടേൺ ടു എക്സ്പെക്ട്, അതാണ് അർത്ഥം. ഓക്കെ, ഒരു റിട്ടേൺ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നത് നമ്മളാൽ കഴിയുന്ന വിധം ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കും. നമ്മുടെ ഒരു വരുമാനമുണ്ട്, അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പം എനിക്ക് ആവുമ്പോഴൊക്കെ ഞാൻ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പെൻഷൻ കിട്ടുന്ന പോലെ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഞാൻ ഈ അടച്ച ടാക്സ് ഒക്കെ തിരിച്ചെനിക്ക് പെൻഷനായിട്ട് തരും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അതാണ് ഈ ടാക്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം. അതാണ് നോ ക്യൂട്ട് പ്രോക്കോ. ഓക്കെ, അതായത് നികുതി, ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം. നികുതി എന്ന് പറഞ്ഞാൽ വ്യക്തികളോ അല്ലെങ്കിൽ വ്യക്തിയോ തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ സർക്കാരിലേക്ക് അടച്ചു കൊടുക്കേണ്ട നിശ്ചിത വരുമാനത്തെയാണ് നികുതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നികുതി എന്ന് പറയുന്ന ഒരു ടേം എന്തുമായി ബന്ധപ്പെട്ടതാണ്? നോ ക്യൂട്ട് പ്രോക്കോ. നോ ക്യൂട്ട് പ്രോക്കോ എന്ന് പറയുന്ന ഒരു ടേമുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ് നികുതി. ഇനി നമ്മൾ നികുതിയുടെ ഒരു പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാസ്റ്റബിൾ, അതായത് പ്രധാനപ്പെട്ട ഒരു ഈ ഒരു പബ്ലിക് ഫിനാൻസിൻ്റെ പ്രൊഫസറും ഒരു എക്കണോമിസ്റ്റുമായിട്ടുള്ള പ്രൊഫസർ ബാസ്റ്റബിൾ ആണ് ആദ്യമായിട്ട് ടാക്സേഷൻ പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവലംബിച്ചത്. ബാസ്റ്റബിൾ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പബ്ലിക് ഫിനാൻസ് ഒരുപാട് തിയറീസ് എഴുതിയിട്ടുണ്ട്, പബ്ലിക് ഫിനാൻസിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രൊഫസർ ബാസ്റ്റബിളിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ നമ്മുടെ സർക്കാരിലേക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെ അല്ലെങ്കിൽ ഒരു തുകയെയാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് കൊടുക്കുന്ന തുകയാണ് ടാക്സ് എന്നാണ് ബാസ്റ്റബിളുടെ നിർവചനം. ഓക്കെ, അപ്പം അതുപോലെ ഒരുപാട് ആൾക്കാർ ടാക്സിനെ കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ടാക്സിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ എവിടുന്ന് വന്നു ഈ നികുതി സമ്പ്രദായം എന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 14ാം നൂറ്റാണ്ടുകളിൽ, വ്യക്തമായി പറഞ്ഞാൽ 14th century ആണ് ഈ ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ തുടക്കം, അല്ലേ? അപ്പോൾ
14-ാം നൂറ്റാണ്ടുകളിൽ നമുക്കറിയാം അർത്ഥശാസ്ത്രം ആരുടെയാണ് അർത്ഥശാസ്ത്രം? കൗടില്യൻ, ചാണക്യൻ എന്നറിയപ്പെടുന്ന അല്ലേ മഹാനായ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിനായിക്കോട്ടെ, എല്ലാ ഭരണ സംവിധാനങ്ങൾക്കായിക്കോട്ടെ, എല്ലാത്തിനും ഒരു ബേസ് എന്ന് പറയുന്നത് കൗടില്യൻ്റെ, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രമാണ് അല്ലേ. അതുപോലെ തന്നെ മനുസ്മൃതി. ആരാണ് മനു അല്ലേ? നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ആരുടെയാണ്? മനുവിൻ്റെ മനുസ്മൃതിയാണ് കേട്ടോ. അപ്പോൾ ആ മനുസ്മൃതിയിലും കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും എല്ലാം തന്നെ നമുക്ക് ഈ നികുതിയെക്കുറിച്ച് പല രീതിയിൽ, അതായത് നികുതി ഈ പറയുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പറയുന്ന GST, വാല്യൂ ആഡഡ് ടാക്സ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, പക്ഷേ നമ്മൾ ഈ ടാക്സിൻ്റെ ഒറിജിൻ ട്രേസ് ബാക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും മനുസ്മൃതിയിലും, അതായത് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത എന്നറിയപ്പെടുന്ന മനുസ്മൃതിയിലുമൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ നികുതിയെക്കുറിച്ച് അങ്ങിങ്ങായി പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നികുതിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ടാക്സ് എന്ന പദമുണ്ടല്ലോ, ഈ ടാക്സ് എന്ന വേർഡ് ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാട്ടോ ഉണ്ടായത്. നമ്മുടെ ഈ ടാക്സ് എന്ന വാക്ക് ഒരു ലാറ്റിൻ പദമായ ഏത് വാക്കാണ്? ടാക്സെയർ എന്ന് പറയുന്ന ഈ ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് ഉണ്ടായ പദമാണ്. ടാക്സെയർ എന്ന് പറഞ്ഞാൽ ടു ആക്സസ് എന്നാണ് ഈ ടാക്സെയറിൻ്റെ അർത്ഥം. ടാക്സെയറിൻ്റെ അർത്ഥം എന്താണ്? ടു ആക്സസ്. അതായത് എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യുക, നമുക്കത് കിട്ടുക, അല്ലെ ലഭ്യമാക്കി കൊടുക്കുക എന്നതാണ് ഈ ഒരു ടാക്സെയറിൻ്റെ അർത്ഥം. അപ്പോൾ ലാറ്റിൻ പദമായ ടാക്സെയറിൽ നിന്നാണ് ടാക്സ് എന്ന പദം ഉണ്ടായത്. അതിൻ്റെ അർത്ഥം എന്താണ്? ടു ആക്സസ്. എന്താണ് അതിൻ്റെ അർത്ഥം? ടു ആക്സസ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ടാക്സ് പല രീതിയിൽ 14-ാം നൂറ്റാണ്ടുകളിൽ നമ്മുടെ പല രൂപത്തിൽ അർത്ഥശാസ്ത്രത്തിലും അല്ലെങ്കിൽ മനുസ്മൃതിയിലുമൊക്കെ ടാക്സിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൽക്കാലം അതായത് ഒരു ടാക്സിന് വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ചട്ടക്കൂട്ട് കൊടുത്തത് ഇതിലും അർത്ഥശാസ്ത്രത്തിലുമൊക്കെ ഈ പറയുന്ന ടാക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാണാമെങ്കിലും അതിന് ഔദ്യോഗികമായിട്ടൊരു ടാക്സ് സംവിധാനത്തിന് വ്യവസ്ഥാപിതമായ ചട്ടക്കൂട് തയ്യാറാക്കിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന സർ ജെയിംസ് വിൽസൺ ആണ്. 1860 സർ ജെയിംസ് വിൽസൺ ആണ് ടാക്സിന് ഒരു വ്യവസ്ഥാപിത ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യകാലങ്ങളിൽ 14-ാം നൂറ്റാണ്ടുകളിൽ, അതായത് മനുസ്മൃതിയിലും അർത്ഥശാസ്ത്രത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർഷകരായിക്കോട്ടെ, മറ്റ് കരവേലകൾ ചെയ്യുന്ന, അത് കരകൗശല പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ, അവരാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കൊടുത്തിരുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർ വന്നപ്പോഴും നമുക്ക് ഒരുപാട് ടാക്സ് സംവിധാനങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിൽ നിന്ന് വരുമാനം അങ്ങോട്ട് കാർന്നെടുക്കാൻ വേണ്ടിയിട്ട് അവരിനി കൊണ്ടുവരുന്ന ടാക്സ് സമ്പ്രദായങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് റൈറ്റ് വാരി, മഹൽവാരി, ആ സമ്പ്രദായം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. പ്രധാനപ്പെട്ട ഇന്നോവേഷൻസ് ഇതെല്ലാമാണ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ വ്യവസ്ഥതയുള്ള ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫെഡറൽ വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാലും നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യ എന്നേ ഒരു ഉത്തരം പറയാനുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് ഫെഡറലിസം? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അധികാര വിഭജനം. എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? അധികാര വിഭജനം അല്ലേ. അപ്പോൾ അധികാര വിഭജനം അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അധികാരങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രം, സംസ്ഥാനം, തദ്ദേശം എന്നിങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 3 തട്ടിലായിട്ടുള്ള ഒരു അധികാര വിഭജനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫെഡറലിസത്തിൻ്റെ മുഖമുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്തരത്തിൽ ഈ 3 ഗവൺമെൻറ്റുകളുടെയും സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട്
ഗവൺമെന്റിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് നികുതികൾ പിരിക്കാനും നികുതികൾ ഏർപ്പെടുത്തുവാനും ഈ 3 ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് നികുതികൾ ഏർപ്പെടുത്താം, സംസ്ഥാന ഗവൺമെന്റിന് നികുതികൾ ഏർപ്പെടുത്താം, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നികുതികൾ ഏർപ്പെടുത്താനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ 3 വ്യവസ്ഥകളും ഈ 3 സർക്കാരുകളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നികുതികൾ, വ്യത്യസ്ത രീതിയിലുള്ള നികുതികൾ ഏർപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും ടാക്സിനെ കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അണ്ടർ ആർട്ടിക്കിൾ 256 ആർട്ടിക്കിൾ 256 പ്രകാരം ഇങ്ങനെ ഒരു കോട്ടിംഗ് പറയുന്നുണ്ട് മക്കളെ. അതായത് നോ ടാക്സ് ഷുഡ് ബി ലെവീഡ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ലീഗൽ അതോറിറ്റി ഓർ ബൈ ദ ലോ. അതായത് നമുക്ക് തീർച്ചയായിട്ടും ടാക്സ് ഏർപ്പെടുത്താം ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ ആർക്ക് വേണമെങ്കിലും ടാക്സ് ചുമർത്താം. പക്ഷേ ദർ ഈസ് അൻ ലീഗൽ അതോറിറ്റൈസേഷൻ, അല്ലെങ്കിൽ ഒരു ലീഗൽ അതോറിറ്റിയുടെ ഒരു സപ്പോർട്ട്, ഒരു ക്ലെയിം ഉണ്ടായിരിക്കണം. വ്യക്തികൾക്ക് തോന്നിയ പോലെ ഞാൻ പറയുന്നത് നീ ഇത്ര രൂപ കൊണ്ട് ടാക്സ് അടയ്ക്കും, എനിക്ക് ഇത്ര വരുമാനം കിട്ടില്ല, നീ ഇത്ര ടാക്സ് അടയ്ക്കും, അങ്ങനെ പറയാൻ പറ്റില്ല. പകരം എന്താണ്, അവിടെ ഒരു ലീഗൽ ഒപ്പീനിയൻ, ഒരു ലീഗലായിട്ടുള്ള ഒരു അതോറിറ്റി, ആ അതോറിറ്റി പറയണം നീ ഇത്രത്തോളം ടാക്സ് അടയ്ക്കണം അല്ലെങ്കിൽ ഇത്ര ടാക്സ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലടക്കം ടാക്സിനെ പറ്റി വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു ടാക്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ടാക്സിൻ്റെ ഒരു ഘടനയാണ് ഞാനൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ വരച്ചിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കൂ, ഇത് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഏകദേശം എന്തൊക്കെ ടാക്സ് ഉണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചെറിയൊരു രൂപം കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ GSTയുടെ ഇത് നമുക്ക് നെക്സ്റ്റിൽ പഠിക്കാം. ഞാനിപ്പോൾ ആദ്യം നമുക്ക് ടാക്സിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ടാക്സുകളെ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അറിയാലോ, നമുക്ക് ഈ ബേസിക് ക്ലാസിഫിക്കേഷൻ അറിയാലോ. അതായത് നികുതികളെ പ്രധാനമായും 2 ആയി തരംതിരിക്കാം, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. അതെന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് അടയ്ക്കുന്ന കാശ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് ഇത് ടാക്സ് ആണ് എന്ന് നമ്മൾ അറിയാണ്ട് കൊടുക്കുന്ന പൈസനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ഇൻഡയറക്റ്റ് ടാക്സിനെ ഫർദർ സെൻട്രൽ ടാക്സ് എന്നും സ്റ്റേറ്റ് ടാക്സ് എന്നും 2 ആയി തരംതിരിക്കുന്നു. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സിൽ തന്നെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്, സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും. ക്ലിയർ അല്ലേ? ഇനി ഈ സെൻട്രൽ ടാക്സിനെ വീണ്ടും 3 ആയി തരംതിരിക്കാം: എക്സൈസ് ടാക്സ്, സർവീസ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി. ഓക്കെ, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി എന്നിങ്ങനെ സെൻട്രൽ ടാക്സിനെ വീണ്ടും 3 ആയി തരംതിരിക്കുന്നു. ഇതൊക്കെ ഏതിൻ്റെ കാറ്റഗറിയാണ്? ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയാണ് കേട്ടോ. സ്റ്റേറ്റ് ടാക്സിനെ വാറ്റ് എന്നും, വാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ്, മൂല്യവർദ്ധിത നികുതി. മലയാളത്തിൽ എന്ത് പറയും? മൂല്യവർദ്ധിത നികുതി. അപ്പോൾ ഈ സ്റ്റേറ്റ് ടാക്സിനെ വാറ്റ് എന്നും അതുപോലെ തന്നെ എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ് ആൻഡ് ലോട്ടറി ടാക്സ്, അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ് ആൻഡ് ലോട്ടറി ടാക്സ്, ഇത്രയുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് എന്താണ്? ടാക്സ് നികുതിയാണ്. ഒരു രാജ്യത്തിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. 2 ആയി തരംതിരിക്കുന്നു: ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിൽ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ്, ഇതെല്ലാം ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. ഇൻഡയറക്റ്റ് ടാക്സിനെ 2 ആയി തരംതിരിക്കാം: സെൻട്രൽ, സ്റ്റേറ്റ്. സെൻട്രൽ വീണ്ടും എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് 3 ആയി ക്ലാസിഫൈ ചെയ്യുന്നു. സ്റ്റേറ്റ് ടാക്സിനെ വാറ്റ് എന്നും എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ് എന്ന് ഫർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ടാക്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നമ്മളിപ്പോൾ പിന്തുടരുന്ന ടാക്സിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഈ നികുതികളെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇന്ത്യയിൽ നമുക്കറിയാം ഒരുപാട് നികുതി സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നികുതികളുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചെല്ലാം നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോന്നും പഠിക്കും. ബിഫോർ ദാറ്റ് ഏതൊക്കെ ഉണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. ഇനി അതല്ലാണ്ട്
എന്താ പറയുക, അഡ്വലോറം ടാക്സ്, അതുപോലെ തന്നെ സ്പെസിഫിക് ടാക്സ്, പ്രോഗ്രസീവ് ടാക്സ്, റിഗ്രസീവ് ടാക്സ്, പ്രൊപ്പോർഷണൽ ടാക്സ്, ഡിഗ്രസീവ് ടാക്സ് എന്നിങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടാക്സ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഈ ടാക്സ് ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്, ഫസ്റ്റ് ടാക്സ് ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോവുകയാണ്, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതി. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതി, എന്താണ് പരോക്ഷ നികുതി? നമ്മൾ നികുതി എന്താണെന്ന് പഠിച്ചു. ഒരു റിട്ടേണും തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ സർക്കാരിലേക്ക് വ്യക്തിയോ കൊടുക്കേണ്ട പണത്തെയാണ്, ഒരു നിശ്ചിത തുകയാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് എല്ലായ്പ്പോഴും ഒരു ലീഗൽ അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ക്ലെയിം ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. അതിലൊരു ലീഗൽ അതോറിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടാവുന്നത്. അപ്പോൾ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു കാരണവശാലും കൈമാറാൻ സാധിക്കാത്തതും എന്നാൽ ആ വ്യക്തി തൻ്റെ പൂർണ്ണമായ അറിവും സമ്മതത്തോടും കൂടി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതുമായ ഒരു നിശ്ചിത തുകയെ എന്ത് വിളിക്കുന്നു? പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് ഒരു വ്യക്തി തൻ്റെ പൂർണ്ണമായ അറിവും സമ്മതത്തോടും കൂടിയിട്ട് ഒരാൾക്കും കൈമാറാതെ ഞാൻ തന്നെ, ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്കാണോ വരുമാനമുള്ളത് അല്ലെങ്കിൽ എൻ്റെ പേരിലാണോ അതോറിറ്റൈസേഷൻ വന്നു കിടക്കുന്നത്, ഞാൻ തന്നെ ടാക്സ് അടയ്ക്കണം. ശരി, എനിക്ക് ടാക്സ് അടയ്ക്കാൻ വരാവുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞേക്കാം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പകരം ആരാണ്? ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ പേരിൽ തന്നെ അടയ്ക്കേണ്ട ഒരു നിശ്ചിത തുകയാണ് എന്തെന്ന് പറയുന്നത്? പ്രത്യക്ഷ നികുതി എന്ന് പറയണം. അപ്പം നമ്മൾ നമ്മുടെ പൂർണ്ണമായ അറിവും സമ്മതത്തോടും കൂടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു കൊടുക്കുന്നു ടാക്സ്. അതാണ് പ്രത്യക്ഷ നികുതി. ഇനി പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ്. ടാക്സേഷൻ പ്രിൻസിപ്പിൾ പഠിക്കുന്ന സമയത്ത് ഇമ്പാക്റ്റും ഇൻസിഡൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്കണോമിക്സിൽ പബ്ലിക് ഫിനാൻസിലുള്ളൊരു പേപ്പർ പഠിച്ചിട്ടുണ്ട്. ആ പബ്ലിക് ഫിനാൻസിൽ വളരെ വിശദമായിട്ട് ഈ ടാക്സ് പോർഷൻസിൽ ഈ ടാക്സിൻ്റെ ഇൻസിഡൻസ് എന്താണ്, ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് വരാം അല്ലേ? നോക്കൂ, ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മണി ബേർഡൻ ഓർ അൾട്ടിമേറ്റ് മണി ബേർഡൻ. ഓക്കെ, ഇൻസിഡൻസ് എന്താണ്? ഫസ്റ്റ് മണി ബേർഡൻ അല്ലെങ്കിൽ എന്ത് പറയുന്നു? അൾട്ടിമേറ്റ് മണി ബേർഡൻ എന്ന് പറയുന്നു. ഇനി എന്താണ് ഇൻസിഡൻസ്? ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഓർ ദ ഫൈനൽ മണി ബേർഡൻ. അവസാനത്തെ മണി ബേർഡൻ ആണ് ഏതെന്ന് പറയണത്? ഈ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ പ്രത്യക്ഷ നികുതിയുടെ കാര്യത്തിൽ ഈ ഇമ്പാക്റ്റും ഇൻസിഡൻറ്റും ഒരു വ്യക്തിയിൽ, അതായത് ഒരേ വ്യക്തിയിലായിരിക്കും. മനസ്സിലായല്ലോ? അതായത് ഈ ടാക്സ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റും ഇൻസിഡൻസും പ്രത്യക്ഷ നികുതി പഠിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനാകാത്തൊരു കാര്യമാണിത്. ഈ പ്രത്യക്ഷ നികുതി ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരേ വ്യക്തിയിൽ തന്നെ ആയിരിക്കും. അതായത് ആരാണോ ടാക്സ് ചുമത്താനായിട്ട് ലീഗൽ അതോറിറ്റൈസേഷൻ വന്നത്, ആരാണോ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തി, അയാൾ തന്നെ ഫസ്റ്റ് മണി ബേർഡനും ലാസ്റ്റ് മണി ബേർഡനും അല്ലെങ്കിൽ ഫൈനൽ മണി ബേർഡനും വഹിക്കേണ്ടി വരുന്നു. ഓക്കെ, അതായത് ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നുള്ള ഭാരം ഒരു കാരണവശാലും ഒരാൾക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീതിച്ചു കൊടുക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കുന്നില്ല. ഇതാണ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ക്ലിയർ ആയോ? ഓക്കെ, ഡയറക്റ്റ് ടാക്സ് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തി അയാളുടെ പൂർണ്ണമായ അറിവും സമ്മതത്തോടും കൂടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു കൊടുക്കുന്ന നിശ്ചിത തുകയെ നമ്മൾ എന്ത് പറയുന്നു? പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നു അല്ലേ? പ്രത്യക്ഷ നികുതിയെ സംബന്ധിച്ച് ഇമ്പാക്റ്റും ഇൻസിഡൻസും എന്തായിരിക്കും? ഒരേ വ്യക്തിയിൽ തന്നെ ആയിരിക്കും. ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരേ വ്യക്തിയിൽ തന്നെ ആയിരിക്കും. ഇമ്പാക്റ്റ് അറിയാലോ? ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മണി ബേർഡൻ ഓർ ദ ഫൈനൽ മണി ബേർഡൻ. ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മണി ബേർഡൻ ഓർ ദ അൾട്ടിമേറ്റ് മണി ബേർഡൻ. അപ്പോൾ ഈ മണി ബേർഡൻസ് ഒരു കാരണവശാലും ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, വീതിച്ചു കൊടുക്കാനോ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനോ കൈമാറ്റം ചെയ്യുവാനോ സാധിക്കുകയില്ല. അതാണ്
ഇതാണ് ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്കിനി എന്തെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്റ്റ് ടാക്സ് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട് എന്ന് നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളാണ് ഇൻകം ടാക്സ്, വരുമാന നികുതി, വെൽത്ത് ടാക്സ്, അതായത് നമ്മുടെ സമ്പത്തിനും നമ്മുടെ ആസ്തികൾക്കും മേലെയുള്ള നികുതി, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇൻഹെറിറ്റൻസ് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്. ഈ ഇൻഹെറിറ്റൻസ് ടാക്സിനെ എസ്റ്റേറ്റ് ടാക്സസ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. എസ്റ്റേറ്റ് ടാക്സ് ചോദിച്ചാൽ ഇനിയിപ്പോൾ മാറിപ്പോവരുത്, ഇൻഹെറിറ്റൻസ് ടാക്സ് തന്നെയാണ് എസ്റ്റേറ്റ് ടാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് ഇൻകം ടാക്സ് അല്ലേ. എന്താണ് ഇൻകം ടാക്സ്? വരുമാന നികുതി. അതായത് ഒരു നിശ്ചിത വരുമാനത്തിൽ കൂടുതലുള്ള ആനുവൽ ഇൻകം ബേസിലാണ് ഒരു നിശ്ചിത വരുമാനത്തിൽ കൂടുതൽ വരുമാനം വാങ്ങുന്ന ആളുകൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത പോർഷന് ചെറിയൊരു ശതമാനം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു ബൈ മാൻഡേറ്ററി പ്രാക്ടീസ്. അതാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സാധാരണഗതിയായിട്ട് 2.5 ലക്ഷം ആനുവൽ ഇൻകത്തിനേക്കാൾ കൂടുതൽ വരുമാനമുള്ളവരാണ് സാധാരണ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോസ് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇനി അടുത്തത് വെൽത്ത് ടാക്സ്. വ്യക്തികൾക്ക് എത്രത്തോളം അസറ്റ്സ് ഉണ്ട്, ഇപ്പോൾ സ്ഥലമായിക്കോട്ടെ, പ്രോപ്പർട്ടീസ് സ്ഥലമായിട്ടാണെന്നുണ്ടെങ്കിലും കെട്ടിടങ്ങളിലായിട്ടാണെന്നുണ്ടെങ്കിലും ലാൻഡ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടുണ്ടെങ്കിലും ഷെയർ, ഡിബഞ്ചർ, ഇതെല്ലാമായിട്ട് വ്യക്തികൾക്ക് എത്രത്തോളം വെൽത്ത് ഉണ്ട്, ആ വെൽത്തിൽ നിന്നൊരു നിശ്ചിത പോർഷൻ ടാക്സ് ആയി കൊടുക്കുന്നതിനാണ് വെൽത്ത് ടാക്സ്. ഇനി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മൂലധന വർദ്ധിത സേവനങ്ങൾക്ക് കൊടുക്കുന്ന ടാക്സാണ് ക്യാപിറ്റൽ ഗെയിൻ. അതായത് ഇപ്പോൾ വലിയ വലിയ ഫേം നടത്തുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ ഇൻഡസ്ട്രീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് കിട്ടുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും, അതിൻ്റെ ആകെ തുക അല്ലെങ്കിൽ ആദായം ഉണ്ടാവും. ആ ആദായത്തിന് കൊടുക്കുന്ന ടാക്സാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇനി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ. ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ശരിക്കും പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് ടാക്സിൻ്റെ കൂടെ വരുന്ന കേട്ടോ. അതായത് കോഓപ്പറേറ്റീവ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫേംസ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലുള്ള ഫേംസ് എല്ലാം തന്നെ ഒന്നുകിൽ സ്വകാര്യ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പൊതുമേഖലയിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൊണ്ട് കോർപ്പറേഷൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കോഓപ്പറേറ്റീവ് കോളേജുകൾ ഉണ്ടാവാം, കോഓപ്പറേറ്റീവ് എന്താ പറയുക സൊസൈറ്റീസ് ഉണ്ടാവും, കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാവും, ഓക്കെ, ഹോസ്പിറ്റൽസ് ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവയെല്ലാത്തിൻ്റെയും മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കില്ല, ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ഷെയർ ഹോൾഡേഴ്സ്. ആ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അതിൻ്റെ ഓണേഴ്സും അതിൻ്റെ പ്രൊപ്രൈറ്റേഴ്സും എല്ലാതും. അപ്പോൾ അവരുടെ ടാക്സ് അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് ആ ഒരു മാനേജ്മെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് അതാണ് കോർപ്പറേഷൻ ടാക്സ്. ഇൻഹെറിറ്റൻസ് ആൻഡ് എസ്റ്റേറ്റ് ടാക്സ്. എസ്റ്റേറ്റ് അല്ല, എസ്റ്റേറ്റ്. ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ആയിട്ട് നമുക്ക് അതായത് പിന്തുടർച്ചയിലൂടെ കിട്ടിയ സ്വത്തുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ സമ്പ്രദായത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സ്വത്തുണ്ടെങ്കിൽ ആ പിതൃ സ്വത്ത് നമുക്ക് മക്കൾക്ക് ഭാഗിച്ചെടുക്കാം. ഓക്കെ, മക്കളുടെ മക്കൾ അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നിലവിൽ ടാക്സ് സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഹെറിറ്റൻസ് ടാക്സ്, എസ്റ്റേറ്റ് ടാക്സ് ഏർപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റ് ടാക്സ്, ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻസിന് കൊടുക്കുന്ന ടാക്സ്. ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയും ഡയറക്റ്റ് ടാക്സാണ് നമ്മുടെ ഇന്ത്യയിൽ ലെവി ചെയ്യുന്നതും ഈടാക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ടാക്സ് ഫോംസ്. ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇൻഹെറിറ്റൻസ് എസ്റ്റേറ്റ് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്. ഇത്രയും ഈ ഒരു 7 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സസ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? നമ്മുടെ പൂർണ്ണമായിട്ടുള്ള അറിവും സമ്മതത്തോടും കൂടിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഇമ്പാക്റ്റും ഇൻസിഡൻസും നമുക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇൻകം ടാക്സിൻ്റെയും വെൽത്ത് ടാക്സിൻ്റെയൊക്കെ റേഷ്യോസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സ്ലാബ് കണക്ക് എത്രയാണെന്ന് നോക്കാം കേട്ടോ. പ്രത്യക്ഷ നികുതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, നമുക്കറിയാം ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2.5 ലാക്ക്, അതായത് 2.5 ലക്ഷം വരുമാനം ഒരു ആനുവൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു വർഷം കാണിക്കുവാണെങ്കിൽ മാത്രമാണ്. അതിൽ കൂടുതൽ 2 വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല, 2.5ഉം അതിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് മാത്രമാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2.5 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക് ആ 2 ഉള്ളവർക്ക് അപ് ടു 2 വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല, ഇൻകം ടാക്സ് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഒരു വർഷത്തിൽ വരുമാനമുള്ള ആളുകൾ അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ 5%, അതേപോലെ 4% സെസ്സും കൂടി ടാക്സ് അടയ്ക്കണം.
ഓക്കെ, അത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ളവർ അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ 5%, ഇപ്പോൾ 2.5 ആണ് അവർക്ക് 3 lakh ആണ് അവരുടെ ആനുവൽ ഇൻകം എങ്കിൽ ആ 3 lakhൻ്റെ 5%, പിന്നെ ഒരു 4% സെസ്സും. അത് കോമൺ ആണ് കേട്ടോ. ഈ അടുത്തത് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ വരുമാനം വാങ്ങുന്നവർ, ഇത് ഒരു വർഷത്തിൽ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ സാലറി പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 20% പ്ലസ് ഒരു 12,500 രൂപ എക്സ്ട്രാ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അതുപോലെ തന്നെ 4% സെസ്സും. അതായത് ഈ സെസ് കണക്കാക്കുന്ന പോലെ തന്നെ ഒരു സർചാർജ് ആണ് കേട്ടോ. ഇത്രയും ഇൻകം സ്ലാബുള്ള ആളുകൾക്ക് ഒരു കൊടുക്കുന്ന ഒരു സർചാർജ് പോലെയാണ് ഈ 12,500 കാണിച്ചിരിക്കുന്നത്. ഈ സ്ലാബ് കൂടുന്തോറും ഈ പറയുന്ന ഈ സർചാർജിൻ്റെ എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 5 മുതൽ 10 ലക്ഷം വരെ വരുമാനമുള്ള ആളുകൾ അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ 20% ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് അടയ്ക്കണം. അതുമാത്രമല്ല 12,500 സർചാർജും പ്ലസ് 4% സെസ്സും. അത് കോമൺ ആണ്. ഇനി 10 ലക്ഷത്തിനും അതിൽ കൂടുതലും വരുമാനമുള്ള ആളുകൾ അതുപോലെ, അതായത് 30% അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ 30% ടാക്സ് കൊടുക്കണം. പ്ലസ് 1,12,500 രൂപ പ്ലസ് 4% സെസ്. ഇതാണ് ഇൻകം ടാക്സിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലുള്ള ഇൻകം ടാക്സിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത് ഇതുവരെയാണ്. അപ്പോൾ 2.5 ലക്ഷം വരെ വരുമാനമുള്ളവരാണെങ്കിൽ അവർക്ക് ടാക്സ് വേണ്ട, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 2.5 മുതൽ 5 ലക്ഷം വരെയുള്ളവർക്കാണെങ്കിൽ 5% നികുതിയും, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ആൾക്കാരാണെങ്കിൽ 20% നികുതിയും, 10 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങുന്നവരാണെങ്കിൽ 30% നികുതിയും. ഇതോടൊപ്പം തന്നെ ഒരു സെസ് 4% ആണ് സെസ്. ആ സെസ്സിന് വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഒരു സർചാർജ് എമൗണ്ട് ഉണ്ട്. അത് 5 to 10 lakh ആണെന്നുണ്ടെങ്കിൽ 12,500, അപ് ടു 10 lakh ആണെന്നുണ്ടെങ്കിൽ 10 lakh ആൻഡ് എബോവ് വാങ്ങുന്നവർക്കാണെങ്കിൽ 1,12,500 രൂപയുമാണ് സർചാർജ് എമൗണ്ട് ആയിട്ട് ഈടാക്കുന്നത്. പിന്നെ ഈ പ്രധാനമായിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് ടാക്സിൻ്റെ റേറ്റസ് അങ്ങനെ ഇല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് ചെയ്യില്ല നമ്മൾ, അതായത് കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ് കൊടുക്കുന്ന ടാക്സാണ്, കമ്പനികളുടെ ടാക്സാണ് ശരിക്കും കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ 250 കോടിയിൽ അധികം വരുമാനമുള്ള കമ്പനികൾ 25% ടാക്സാണ് കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് കേട്ടോ. ഇതും കൂടി, ഈ ഒരു വസ്തുതയും കൂടെ, വേറെ ഒന്നും ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള കോർപ്പറേറ്റ് ടാക്സാണ്. കോർപ്പറേറ്റ് ടാക്സ് അതായത് 250 കോടിയിലധികം വരുമാനമുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ 25%, കൂടുതലൊന്നുമില്ല, വെറും 25% ആർക്ക് കൊടുക്കേണ്ടത്? ഗവൺമെൻറ്റിലേക്ക് കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് പഠിച്ചു. ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യയിൽ എത്ര തരം ഡയറക്റ്റ് ടാക്സ് ഉണ്ടെന്ന് പഠിച്ചു. ഈ 7 ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സാണ് ഇൻകം ടാക്സിൻ്റെ സ്ലാബും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് ടാക്സിന് ഒരുപാട് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട് അല്ലേ? നമുക്കറിയാം, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഏതൊരു കാര്യം എടുത്താലും അതിന് കുറേ നല്ല വശങ്ങളുണ്ടാവും, കുറേ ചീത്ത വശങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ കുറേ നല്ല വശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഡയറക്റ്റ് ടാക്സ് നമുക്ക് എളുപ്പം കണക്കാക്കാൻ പറ്റും അല്ലേ? അത് ഈസിയാണ്. ഓരോരുത്തരുടെ വരുമാനം എത്രയാണെന്ന് നമുക്കറിയാം, ആ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു കൃത്യതയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെർട്ടനിറ്റി ഉണ്ട്. അതായത് ഇത്ര രൂപ വരുമാനം വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ ടാക്സും ഇത്ര രൂപ സെസ്സും, അതിനൊരു കൃത്യതയുണ്ട്. അതുപോലെ നികുതി വെട്ടിപ്പിനുള്ള സാധ്യത ഇവിടെ വളരെ കുറവായിരിക്കും. പിന്നെ ഇലാസ്തികത ഉണ്ടായിരിക്കും. ഇലാസ്തികത എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം വരുത്താൻ സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കനുസരിച്ചും ഇനി വരുന്ന ഫിനാൻഷ്യൽ ഇയേഴ്സിലെ അതായത് വരുന്ന ധനകാര്യ വർഷത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടും നമുക്ക് ഈ ടാക്സിലും മാറ്റങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും. അതുപോലെ വളരെ എന്താ പറയുക, ശാസ്ത്രീയമായി ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് ദോഷങ്ങളുണ്ട് കേട്ടോ. അതായത് ടാക്സ് ഇവേഷനുള്ള സാധ്യതയുണ്ട്, അതൊരു ദോഷമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ചിലവ് കുറഞ്ഞൊരു പരിപാടിയാണെങ്കിൽ പോലും ഇത് എല്ലാവരും തയ്യാറാവണം, എല്ലാവരും ടാക്സ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. പക്ഷേ വ്യക്തികൾ ടാക്സ് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവോ? ഇല്ല. അപ്പോൾ ആ ഒരു മടി അല്ലെങ്കിൽ ആ ഒരു കൊടുക്കാനുള്ള ഒരു കുറവും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചു. നമുക്കിനി അടുത്തത് ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് പഠിക്കാം. നിലവിലുള്ള ഡയറക്റ്റ് ടാക്സുകളെ കുറിച്ചും ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ടാക്സുകളുണ്ട്, കാറ്റഗറീസ് ഉണ്ട്, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ സ്ലാബ് നമ്മൾ പഠിച്ചു. ഡയറക്റ്റ് ടാക്സിനായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് കേട്ടോ CDBT. ഡയറക്റ്റ് ടാക്സ് ഇന്ത്യയിൽ കണക്കാക്കുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്തതും നടപ്പിലാക്കുന്നതുമെല്ലാം CDBT ആണ്. CDBT എന്ന് വെച്ചാൽ സെൻട്രൽ ഡയറക്റ്റ് ബോർഡ് ഓഫ്
ടാക്സസ്. ഓക്കെ, സെൻട്രൽ ഡയറക്റ്റ് ബോർഡ് ഓഫ് ടാക്സസ് ആണ്, CDBT ആണ് ഡയറക്റ്റ് ടാക്സ് കണക്കാക്കുന്നതും നടപ്പിലാക്കുന്നതും. 1964 നിലവിൽ വന്ന അല്ലെങ്കിൽ 1964 CDBT രൂപീകരിക്കുന്നത്. ഇതൊരു ഗവൺമെൻറ് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു സിവിലിയൻസിൻ്റെ IRS സിവിലിയൻസിൻ്റെ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഈ ഒരു CDBT ആണ് നമ്മുടെ രാജ്യത്തിലെ ഡയറക്റ്റ് ടാക്സുകളുടെ രൂപരേഖ തയ്യാറാക്കുന്നതും അത് മെഷർ ചെയ്യുന്നതും. നമ്മളിപ്പോൾ ഡയറക്റ്റ് ടാക്സ് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ, അതായത് പരോക്ഷ നികുതി. എന്താണ് പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഡയറക്റ്റ് ടാക്സ് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ അറിവും സമ്മതത്തോടും കൂടിയിട്ട് ഇത് ടാക്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന തുകയാണ് ഡയറക്റ്റ് ടാക്സ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിലോട്ട് വരുമ്പോൾ പരോക്ഷ നികുതി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ, നമുക്ക് അറിയുന്നില്ല എന്നല്ല, എന്നാലും നമ്മൾ ഇത്ര രൂപ ടാക്സ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ വ്യക്തമായിട്ടുള്ളൊരു അറിവില്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട്, ഒരു തുകയാണ് ടാക്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ ഒരു പരോക്ഷ നികുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പരോക്ഷ നികുതി നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ ചുമത്തുന്ന നികുതിയാണ് ഈ ഒരു പരോക്ഷ നികുതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു നികുതി ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അത്തരത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ മൂല്യത്തിനാണ് പൈസ കൊടുക്കുക അല്ലേ. ഇപ്പോൾ നമുക്കറിയാം സാധനങ്ങൾക്കും സേവനങ്ങൾക്കും എല്ലാം ഒരു നിശ്ചിത വിലയുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഈ ഒരു ചോക്ക് പീസ് വാങ്ങുന്നു, 1 രൂപ കൊടുത്ത് ഈ ചോക്ക് കഷ്ണം വാങ്ങുന്നു. ഈ 1 രൂപയുടെ ചോക്ക് കഷ്ണത്തിന് എന്തുണ്ട്? ടാക്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ 5 രൂപയുടെ ഒരു പെന്ന് വാങ്ങിച്ചു നോക്കൂ. ചേട്ടാ 4 രൂപ പേന പിടിച്ചോ, 1 രൂപ ഞാൻ ടാക്സ് ആയിട്ട് തരുന്നത്. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുക്കുക? അല്ല, നമ്മൾ 5 രൂപ മൊത്തമായിട്ട് ആ ഒരു പേനയുടെ വില കൊടുക്കുന്നു. അതിൽ എന്തും കൂടി ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡിങ് ഓഫ് ഓൾ ടാക്സസ് എന്നതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പം നമ്മൾ അറിയാതെ, നമ്മുടെ വ്യക്തമായ അറിവില്ലാതെ നമ്മൾ ടാക്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ച് നമുക്ക് ഇൻസിഡൻസും അതുപോലെ ഇമ്പാക്റ്റും നമ്മളറിയാം. ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് മണി ബേർഡൻ ആണല്ലേ. ഒരു ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഫസ്റ്റ് മണി ബേർഡൻ ആണ് ഇൻസിഡൻസ്. ഇനി ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് മണി ബേർഡൻ. അപ്പോൾ ഈ ഇൻസിഡൻസും ഇമ്പാക്റ്റും വ്യത്യസ്ത വ്യക്തികൾക്കായിരിക്കും. അപ്പോൾ ഈ പരോക്ഷ നികുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് വ്യത്യസ്ത വ്യക്തികളിൽ ആയിരിക്കും. ഓക്കെ, ഇൻസിഡൻസ് ഒരാളുടെ കയ്യിലായിരിക്കും, ഇമ്പാക്റ്റ് മറ്റൊരാളുടെ തലയിലായിരിക്കും. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സേവനമോ അത് പർച്ചേസ് ചെയ്യുന്നത് ഒരിക്കലും ഉണ്ടാക്കിയ ആളുടെ കയ്യിൽ നിന്നല്ല അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഫാർമറാണ് അല്ലെങ്കിൽ ഒരു വീറ്റ് ഫാർമറാണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഒരു ഫാർമറാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീറ്റ് ഒരു മില്ലർക്ക് കൊടുക്കുന്നു. അതായത് മില്ലെന്ന് വെച്ചാൽ പൊടിക്കുന്ന ആൾക്ക് കൊടുക്കുന്നു. ആ മില്ലർ അത് ഒരു ബേക്കറിക്കാരന് കൊടുക്കും. ബേക്കറിക്കാരൻ അത് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അതാണ് നമ്മുടെ കയ്യിലേക്ക്, കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ നോക്കി നോക്കൂ. അപ്പോൾ ഒരു ഫാർമറിൽ നിന്ന് മില്ലറിലേക്ക്, മില്ലറിൽ നിന്ന് ഒരു ബേക്കറിലേക്ക്, ബേക്കറിൽ നിന്നുമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 4 ഘട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ടാക്സിൻ്റെ ബേർഡൻ എന്ന് പറയുന്നത് ഈ വീറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഘടകത്തിൻ്റെ മേലെ നമ്മൾ ചുമത്തിയ ടാക്സ് എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൈമാറി വന്നു അല്ലേ. ആദ്യം ആർക്ക് പോയി? ആദ്യം കർഷകനായിട്ടുള്ള ഞാൻ എൻ്റെ പ്രൊഡക്റ്റിന് ഒരു ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ ആ സാധനം വീറ്റ് കർഷകരിൽ നിന്ന് വാങ്ങുന്നത്. അത് മില്ലർക്ക് കൊടുക്കുമ്പോൾ മില്ലർ അയാൾക്ക് ഒരു ടാക്സ് കൊടുക്കുന്നു. ഇനി മില്ലർ അത് ബേക്കർക്ക് കൊടുക്കുമ്പോൾ ബേക്കർ മില്ലറിനൊരു ടാക്സ് കൊടുക്കുന്നു. ബേക്കർ അത് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മളൊരു ടാക്സ് അതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നികുതി, അതായത് നികുതിയുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇൻസിഡൻസും ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്ത വ്യക്തികളിലായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വരുന്നു. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സിൽ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരേ വ്യക്തിയുടെ തലയിൽ തന്നെ അല്ലെങ്കിൽ ഒരേ വ്യക്തിയിൽ തന്നെ ആയിരിക്കുമെങ്കിൽ, ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇമ്പാക്റ്റ് ഒരാളുടെ കയ്യിലായിരിക്കും,
ഇൻസിഡൻസ് വേറൊരാളുടെ വ്യക്തികളുടെ തലയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഒരു പ്രൊഡ്യൂസർ ഒരിക്കലും നമ്മളൊരു സാധനം, ഒരു ഫിനിഷ്ഡ് ഗുഡ് നമ്മൾ പോയി കടയിൽ നമ്മൾ വാങ്ങിക്കുന്നു, നമ്മളത് ഒരിക്കലും നമ്മളല്ല അത് ഫസ്റ്റ് പർച്ചേസർ. അതേപോലെ തന്നെ നമ്മളത് ആരാണോ ഉണ്ടാക്കിയത് അയാളുടെ കയ്യിൽ നിന്നല്ല നമ്മൾ വാങ്ങുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ പല വിദേശ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പല ഭാഗത്ത്, ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്നും നമ്മുടെ ഈ ചീപ്പസ്റ്റ് നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കടകളിൽ നിന്നൊക്കെ ലഭ്യമാകണമെങ്കിൽ അത്രയും ദൂരം സഞ്ചരിച്ച് വരണം. അപ്പോൾ അപ്പോഴെല്ലാം അവർ ടാക്സ് ചെയ്ത്, അതായത് ഒരു ഫാർമർ ഒരു ഹോൾസെയിലർക്ക് കൊടുക്കുന്നു, ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്നു, റീറ്റെയിലറാണ് നമ്മുടെ കടകളിലൂടെ നമ്മൾ ജനങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത്രയും വഴികളിലൂടെ ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സിൻ്റെ ബേർഡൻ ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ നികുതിയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ പരോക്ഷ നികുതിയെ സംബന്ധിച്ച് പരോക്ഷ നികുതി, അതായത് ഇൻഡയറക്റ്റ് ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും പ്രത്യേകം നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന കുറേ ഇൻഡയറക്റ്റ് ടാക്സ് ഫോംസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സ് ഫോംസ് ഉണ്ട്. അതായത് പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്. ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 3 രീതിയിലുള്ള പരോക്ഷ നികുതികൾ. ഏതൊക്കെയാണ്? എക്സൈസ് ഡ്യൂട്ടി ഏർപ്പെടുത്താറുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഏർപ്പെടുത്താറുണ്ട്, സർവീസ് ടാക്സ് ഏർപ്പെടുത്താറുണ്ട്. ഇനി സെൻട്രൽ ഗവൺമെൻറ് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും എന്തുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ പറയുന്ന പോലെ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഏതിനാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സുകളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ് വാറ്റ്, അതുപോലെ ലക്ഷറി, ലോട്ടറി ടാക്സ്, എൻട്രി ടാക്സ്. ഇതെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഏർപ്പെടുത്തുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ഫോംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് മനസ്സിലായി. ഇൻഡയറക്റ്റ് ടാക്സുകൾ ആർക്കൊക്കെ ഉണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുകളും എന്ത് ഏർപ്പെടുത്തുന്നുണ്ട്? ഇൻഡയറക്റ്റ് ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തുന്ന ഇൻഡയറക്റ്റ് ടാക്സുകളാണ് വാറ്റും, ലക്ഷറി ടാക്സും, ലോട്ടറി ടാക്സും, എൻട്രി ടാക്സും. അതേസമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് ഫോംസ് ആണ് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സർവീസ് ടാക്സ്. ഈ 3 തരത്തിലുള്ള ടാക്സുകൾ. സെൻട്രൽ ടാക്സും ഉണ്ട്, സ്റ്റേറ്റ് ടാക്സും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്തെല്ലാമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സുകൾ എന്ന് പഠിക്കാം. ഇതൊക്കെ തന്നെയാണ്. ഇതിനെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി പോയിന്റ്സ് കൂട്ടി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് എക്സൈസ് ഡ്യൂട്ടി, എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി, എന്താണ് സർവീസ് ടാക്സ്, എന്താണ് വാറ്റ്, ലക്ഷറി, ലോട്ടറി ടാക്സ്, എൻട്രി ടാക്സ് എന്നൊക്കെ നമുക്ക് പ്രത്യേകം പഠിക്കാം. കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ലെവി ചെയ്യുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഡയറക്റ്റ് ടാക്സാണ് സർവീസ് ടാക്സ്. സർവീസ് ടാക്സിനെ സേവന നികുതി എന്നാണ് പറയുക. എന്താണ്? സേവന നികുതി. ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് നമ്മൾ നൽകുന്നൊരു തുക, അതിനെയാണ് സേവന നികുതി. അതായത് എല്ലാവരുടെയും എന്തുണ്ട്? ഈ സേവന നികുതി, സർവീസ് ടാക്സുകളുണ്ട് കേട്ടോ. അതായത് 1994 മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ഒരു സേവന നികുതി നടപ്പിലാക്കണമെന്നൊരു പ്രപ്പോസ് വെച്ചത്. അല്ലെങ്കിൽ 1994 ഇത് വന്നത്. അപ്പോൾ സേവന നികുതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ സേവനങ്ങൾക്കും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന ഒരു നിശ്ചിത തുകയാണ് സേവന നികുതി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് സെർവ് ചെയ്യലാണ്, അല്ലേ? നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകലാണ്. അപ്പം നമ്മൾ ഫുഡിനുള്ള പൈസ കൊടുക്കണം. ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡിനുള്ള പൈസ കൊടുക്കുന്ന സമയത്ത് അവിടെ ബില്ലിലുണ്ടാകും സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഈ സർവീസ് ടാക്സും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഒരു ബിൽ എമൗണ്ട് ആയിരിക്കും നമ്മളോട് പറയുക. കാരണം
അവിടെ ഈ ഒരു ഫുഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടത്താനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കറണ്ട് ആവശ്യമാണ് അല്ലേ, പിന്നെ നമുക്കവിടെ AC ഉണ്ടാവാം, നോൺ AC ഉണ്ടാവും, അതൊക്കെ വിത്ത് റെസ്പെക്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷേ കോമൺ ആയിട്ട് കുക്കിങ്ങിന് ആൾക്കാരുണ്ടാവും, അവരുടെ അതിൽ ക്ലീനിങ്ങിനുള്ള സ്റ്റാഫുകൾ ഉണ്ടാകും, ഫുഡ് സെർവ് ചെയ്യുന്നതിനുള്ള ആൾക്കാരുണ്ടാകും, ക്യാഷ് ബില്ല് അടയ്ക്കാനുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ആ റെസ്റ്റോറൻറ്റിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അവരെല്ലാവരും ഈ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് ഓരോരോ സേവനങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഓരോരോ സേവനങ്ങൾ നൽകുന്ന വ്യക്തികളുമായിരിക്കും. അപ്പോൾ അവരുടെ സേവനങ്ങൾക്ക് ഈടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ സാധനം നമുക്ക് ആ ഒരു ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ സേവനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നിശ്ചിത തുകയാണ് സേവന നികുതി എന്ന് പറയുന്നത്. അതാണ് സർവീസ് ടാക്സ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ അതായത് 2016 മുതൽക്കുള്ള സർവീസ് ടാക്സിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 15%. ഇതും കൂടി ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ 2016 മുതൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സർവീസ് ടാക്സ് എന്ന് പറയുന്നത് 15%. അപ്പോൾ 15% എന്തുള്ളത്? സർവീസ് ടാക്സുകൾ ഉള്ളത്. 2016 എന്താണ്? 15% സർവീസ് ടാക്സുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് സർവീസ് ടാക്സ്. അതായത് എല്ലാവിടെ നിന്നും നമുക്ക് ഓരോ സ്ഥാപനങ്ങളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലായിടത്തു നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ആരോഗ്യത്തിൽ നിന്ന് എല്ലാം നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നിശ്ചിത തുകയാണ് നമ്മൾ സേവന നികുതിയിൽ ഉൾപ്പെടുത്തുന്നത്. അതിപ്പോൾ 15%. 1994 ഈ സേവന നികുതി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തുള്ള ആ ഒരു അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴുള്ള ഒരു ഇന്നോവേഷനാണ് ഈ ഒരു സേവന നികുതി. എക്സൈസ് ടാക്സ്, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സാണ് എക്സൈസ് ടാക്സ്. ഈ എക്സൈസ് ടാക്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മാനുഫാക്ചറിങ്ങുമായിട്ട്, അതായത് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നികുതി വ്യവസ്ഥയാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഏതൊരു സാധനമായിക്കോട്ടെ, ഒരു സേവനമായിക്കോട്ടെ, ഒരു ഗുഡിൻ്റെ മാനുഫാക്ചറിങ്, എന്തൊരു സാധനം, ഇപ്പോൾ മൊട്ടുസൂചി മുതൽ ഏറ്റവും വലിയ ഭീമാകരമായിട്ടുള്ള കപ്പൽ വരെയുള്ള സാധനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഒരു വ്യക്തമായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ട് അല്ലേ. അതായത് വെറുതെ ഇപ്പോൾ ഒരു ചോക്ക് കഷ്ണമാണെങ്കിൽ ഇത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫോമിലേക്ക് മാറില്ല അല്ലേ. അതിന് ചോക്ക് പൊടി വേണം, പിന്നെ അതിൽ മിശ്രിതങ്ങൾ ചേർത്തണം, എന്നിട്ട് അതിനെ കറക്റ്റ് ഷേപ്പ് ചെയ്യണം. ഇതിനൊക്കെ ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഓരോ ആൾക്കാർ, സ്റ്റാഫുകൾ പ്രവർത്തിക്കണം. ഇതിനൊരു സ്ഥലം വേണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, ഏതൊരു സാധനത്തിൻ്റെയും ഉൽപ്പാദനത്തിന് ഒരുപാട് ഘടകങ്ങൾ ആവശ്യമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന പോലെ ഏതൊരു സാധനത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് 4 ഉൽപ്പാദന ഘടകങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നു. ഏതൊക്കെയാണ് ആ 4 ഉൽപ്പാദന ഘടകങ്ങൾ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതാണ് ഈ 4 ഉൽപ്പാദന ഘടകങ്ങൾ അല്ലേ. അപ്പോൾ ഈ 4 ഉൽപ്പാദന ഘടകങ്ങളും ഇതോടൊപ്പം തന്നെ ടെക്നോളജിയും നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ, എഫീഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഈ ഒരു എക്സൈസ് ടാക്സ് എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഉൽപ്പാദന ഘട്ടത്തിൽ, നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഉൽപ്പാദന വേളയിൽ ഈടാക്കുന്ന ഒരു ടാക്സാണ് ഈ ഒരു എക്സൈസ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സൈസ് ടാക്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സൈസ് ടാക്സിൻ്റെ ടാക്സ് ബേർഡൻ നമുക്ക് വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. അതായത് ആരാണോ ഉണ്ടാക്കുന്നത് അയാൾ തന്നെ ആയിരിക്കില്ല കൺസ്യൂം ചെയ്യുക അല്ലേ. അത് മാനുഫാക്ചർ ചെയ്തത് ഒരാളായിരിക്കാം, അത് ഹോൾസെയിലായിട്ട് വാങ്ങുന്നത് വേറൊരാളായിരിക്കാം, അത് റിറ്റൈലർക്ക് ചില്ലറയായിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി കടകളിൽ എടുക്കുന്ന വേറൊരാളായിരിക്കാം. ആ ആൾ വഴിയായിരിക്കാം ഒരു പക്ഷേ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമുക്ക് ആ വസ്തു ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ഒരു എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, എക്സൈസ് ടാക്സ് എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിലേക്ക് കൈമാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടാക്സാണ് ഈ ഒരു എക്സൈസ് ടാക്സ്. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരോക്ഷ നികുതിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ടാക്സാണ് വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ്, അതായത് വാറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പരോക്ഷ നികുതിയാണ് ഈ ഒരു വാറ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ്. മൂല്യവർദ്ധിത നികുതി എന്നാണ് ഇതിനെ പറയുക. എന്താണെന്ന് പറയുക? മൂല്യവർദ്ധിത നികുതി. മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ഒരു സാധനം എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ തന്നെ ഒരു പക്ഷെ അതിൻ്റെ സെയിലും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നടന്നു എന്ന് വരില്ല. അപ്പോൾ ഇതൊരു മൾട്ടി ഡയമെൻഷണൽ ടാക്സ് ആണ്. മൾട്ടി ഡയമെൻഷണൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് മൂവിങ് ടാക്സ്, അല്ലെങ്കിൽ ഒരു മൂവിങ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് മൂവ് ചെയ്യുന്നു എന്നൊരു ക്രൈറ്റീരിയമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു ടാക്സ് കൺസെപ്റ്റാണ് കേട്ടോ ഈ ഒരു വാറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പം നമുക്ക് ഒരു സാധനം ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്നു, ആ ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് ഗതാഗത സംവിധാനങ്ങളുടെയും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള ഇപ്പം നമുക്കെല്ലാം അറിയാലോ എന്താ പറയുക ഈ സർവീസസുകളും അതുപോലെ തന്നെ എല്ലാം മൊബൈലിലൂടെ ഇൻ്റർനെറ്റിലൂടെയുള്ള കസ്റ്റമർ കെയറുകളും എല്ലാമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു നികുതിയാണ് മൂല്യവർദ്ധിത നികുതി. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ആ സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു പ്രദേശത്തേക്ക് എത്തിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ ഒരു ടാക്സ് കൊടുക്കണം, ഈ ഒരു മാനുഫാക്ചറിന് ഒരു ടാക്സ് കൊടുക്കണം, നമ്മൾ ഏത് ഭാഗത്തേക്കാണോ എത്തിക്കുന്നത് അവിടേക്കൊരു ടാക്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടാക്സ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻ്റ് റേറ്റിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് വ്യക്തികളുടെ മേലെ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. അതാണ് വാറ്റ് എന്ന് പറഞ്ഞത്, വാറ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ്. അപ്പോൾ ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ഈടാക്കുന്ന പ്രധാനപ്പെട്ട 3 നികുതി ഇനങ്ങൾ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? എക്സൈസ് ടാക്സ്, സർവീസ് ടാക്സ്, അതേപോലെ തന്നെ വാറ്റ്. ഈ 3 പഠിക്കാം: എക്സൈസ് ടാക്സ്, സർവീസ് ടാക്സ്, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. ഇനി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ രണ്ട് ടാക്സ് ക്ലാസിഫിക്കേഷനാണ്: വാറ്റും ലക്ഷറിയും ലോട്ടറിയും അതുപോലെ തന്നെ ഇതും. ഓക്കെ, കസ്റ്റംസ് ഡ്യൂട്ടി സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് ഫോമാണ് കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി ഓൺലി ഓൺ ഇമ്പോർട്ട് ഗുഡ്സ്. ഓക്കെ, ഇമ്പോർട്ട് ഗുഡ്സ് ഇതാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് കേട്ടോ. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന, നമുക്കറിയാം നമ്മുടെ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എക്കോണമിയാണ്. അതായത് രാജ്യത്ത് നിന്ന് പുറത്തേക്കും രാജ്യത്തിൻ്റെ അകത്തേക്കും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മനുഷ്യരുടെയും സാങ്കേതികവിദ്യയുടെയും എല്ലാറ്റിൻ്റെയും ഒരു ക്രമാനുഗതമായ ഒഴുക്ക് ഉള്ളൊരു എക്കോണമിയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി. അതാണ് ഓപ്പൺ എക്കോണമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പല വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവട വാണിജ്യ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ടാവാറുണ്ട് അല്ലേ. ഇമ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ നിശ്ചിത വരുമാനം കൊടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി എന്നും, നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ടുള്ള വസ്തുക്കൾ ഒരു നിശ്ചിതമായിട്ടുള്ള വിലയ്ക്ക് നമ്മൾ മറ്റു വിദേശ രാജ്യങ്ങൾക്ക് എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, എക്സ്പോർട്ട് എന്നും പറയുന്നു. അതായത് കയറ്റുമതി നമുക്ക് കയറ്റുമതി ഒരു രാജ്യത്തിൻ്റെ ട്രേഡ് കണ്ടീഷനെ സംബന്ധിച്ച് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനും, ഇറക്കുമതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്നത് കൊണ്ട് അത് അത്രയ്ക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലാണ്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന ഒരു നികുതിയാണ് ഈ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി. ഇനി ഈ കസ്റ്റംസ് ഡ്യൂട്ടി കൂടാതെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ട്. അതായത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് നമുക്കറിയാം. ഇപ്പം നമുക്ക് എന്താ പറയുക, വിനോദസഞ്ചാരമല്ല, നമ്മുടെ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം എന്നാണല്ലോ അല്ലേ. അപ്പോൾ 8 മണിക്കൂർ എന്ന് പറയുന്ന ആ വിശ്രമ വേളയിൽ നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് ഉല്ലാസ കാര്യങ്ങൾക്ക് വേണ്ടി പാർക്കുകളുണ്ട്, മ്യൂസിയങ്ങളുണ്ട്, സിനിമാ തിയേറ്ററുകളുണ്ട്, അല്ലെങ്കിൽ ഹാളുകളുണ്ട്. ഇതെല്ലാം എന്താണ്, എൻ്റർടൈൻമെൻറ്റിൽ ഉൾപ്പെടും. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് കൊടുക്കാൻ ഇത്ര രൂപ, ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റെങ്കിൽ ആ 100 രൂപ എന്ന് പറയുന്ന ടിക്കറ്റിൽ എന്തും കൂടി ഉൾപ്പെടും, എൻ്റർടൈൻമെൻറ്റ് ടാക്സും കൂടി ഉൾപ്പെടും. അതായത് നമ്മൾ ആ ഒരു നിശ്ചിത ഒരു സിനിമയാണെങ്കിലും ആ ഒരു ഉല്ലാസമാണെങ്കിലും ആ ഒരു കായിക വിനോദമാണെങ്കിലും ഇത്ര സമയം നമ്മളത് ആസ്വദിക്കുന്നുണ്ട്, അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ചാർജാണ് നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സും വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് ഫോമാണ്. ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൂടാണ്ട് ലക്ഷറി ടാക്സും
ലക്ഷറി ടാക്സും അതേപോലെ ലോട്ടറി ടാക്സും കൂടി ഇൻഡയറക്റ്റ് ടാക്സ് ഫോമിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് വസ്തുതകളാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ലെവി ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും എല്ലാം ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകളായിരിക്കും ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, ലോട്ടറി ടാക്സ് മുതലായ ഈ മൂന്ന് ടാക്സുകളും ലെവി ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും സംസ്ഥാന സർക്കാരുകൾ ആയിരിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ ടാക്സാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. അത് നമുക്കറിയാം, പാർക്കുകൾ, ഉല്ലാസ സ്ഥാപനങ്ങൾ, വിനോദസഞ്ചാര സ്ഥലങ്ങൾ, ടൂറിസം സ്പോട്ടുകളൊക്കെ പോകുമ്പോൾ നമുക്ക് നിശ്ചിതമായിട്ടുള്ളൊരു വരുമാനം അവിടെ കൊടുക്കേണ്ടി വരും അല്ലേ? നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ഒരു പൈസ കൊടുക്കേണ്ടി വരും. അത് ഓരോ ഏജ് കാറ്റഗറീസിനും ഡിഫറൻസ് ആയിരിക്കും. അതുപോലെ സിനിമാ തിയേറ്ററിൽ പോയി നമ്മൾ സിനിമ ആണെങ്കിൽ അതൊരു പൈസ കൊടുക്കണം. അപ്പോൾ ഇതിലെല്ലാത്തിലും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സിൽ ഉൾപ്പെടുക. ഇതുകൂടാണ്ട് ലക്ഷറി ടാക്സ് ഉണ്ട്. ലക്ഷറി ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ലക്ഷറി ഐറ്റംസിന് കൊടുക്കുന്ന ടാക്സ്. അതായത് അവശ്യ വസ്തുക്കളല്ലാണ്ട് നമ്മൾ ലക്ഷറി ആയിട്ട് ഇപ്പോൾ TV അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, റെഫ്രിജറേറ്റർ, AC അങ്ങനെയുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അതിന് കൊടുക്കുന്ന ടാക്സാണ് ലക്ഷറി ടാക്സ്. ലോട്ടറി ടാക്സ് അറിയാമല്ലോ. ലോട്ടറി ഇപ്പോൾ നമുക്ക് 1 കോടി ലോട്ടറി ലഭിച്ചാലും നമുക്ക് ഒരിക്കലും 1 കോടി രൂപ നമ്മുടെ കയ്യിൽ കിട്ടില്ല. പകരം എന്താണ്, ഒരു സെർട്ടൈൻ എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഓൾറെഡി അവരെടുക്കും. അതിനുശേഷം മാത്രമാണ് നമ്മുടെ കയ്യിൽ ടാക്സ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സുകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചു. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ പൂർണ്ണമായ അറിവും സമ്മതവും ഇല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇതിൻ്റെ ഇൻസിഡൻസും ഇമ്പാക്റ്റും ഓരോരോ വ്യക്തികളുടെ കയ്യിലായിരിക്കും. അതേപോലെ പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് ഫോംസ് സെൻട്രൽ ഗവൺമെൻറ്റിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നമ്മൾ പഠിച്ചു. സെൻട്രൽ ഗവൺമെൻറ് ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് കസ്റ്റംസ്, എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സർവീസ് ടാക്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, അതുപോലെ തന്നെ ലക്ഷറി ടാക്സും ലോട്ടറി ടാക്സും. ഇതാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച കാര്യം. ഇനി ഇൻഡയറക്റ്റ് ടാക്സിനും ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇത് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബേർഡൻ, നമ്മൾ അറിയാണ്ട് ടാക്സ് കൊടുക്കുകയാണ് അല്ലേ? അപ്പം നമുക്ക് എന്താണ്, അതൊരു വലിയ ബേർഡനായിട്ട് നമുക്ക് തോന്നുകയില്ല. ഒരിക്കലും നമുക്കിത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു മെറിറ്റാണ്. അതുപോലെ ഇതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ നമുക്കിത് കണക്കാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് എളുപ്പം നമുക്ക് ഡയറക്റ്റ് ടാക്സ് കണക്കാക്കുന്ന പോലെ വേഗം കണക്കാക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ശാസ്ത്രീയമായിട്ട് വേഗം അതിൽ മാറ്റങ്ങൾ വരുത്തുവാനോ സാധിക്കുകയില്ല. കാരണം നമ്മൾ വൺസ് ഒരു മാറ്റം വരുത്തണമെങ്കിൽ എൻ്റയർ ആ ഒരു സാധനത്തിൻ്റെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ അതിൽ ചേഞ്ചസ് കൊടുക്കേണ്ടത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മാറ്റം ഇതിൽ സാധ്യമല്ല. അപ്പോൾ ഇത്രയുമാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറീസ് പഠിക്കാം.